ഹലോ കൂട്ടുകാരെ, ഇന്ന് ഇച്ചു സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. കോട്ടയത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഷോപ്പിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള എയിം. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും ഒരു ബസ് പോയി. പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇനി 4:30 വരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ 4 മണി ആയതേ ഉള്ളൂ. അരമണിക്കൂർ ഞങ്ങൾ ഇവിടെ നിൽക്കണം. ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ്. ബസ് വരുന്നുണ്ട്. ഇച്ചുവിന് ബസ്സിൽ കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ചത്. സത്യത്തിൽ ചൂടൊക്കെ കാരണം ഇപ്പൊ കുറേ നാളായി ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പുറത്തു പോയിട്ട്. ഇപ്പൊ കൂടുതലും ഓൺലൈനിൽ എന്തെങ്കിലും വാങ്ങാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ ഷൂസ് ഒക്കെ നമ്മൾ അങ്ങനെ വാങ്ങിയാലും കറക്റ്റ് സൈസ് നമുക്ക് കിട്ടണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടണമെന്നില്ല. വാങ്ങുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടി വരാറുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് പോയി വാങ്ങാമെന്ന് വിചാരിച്ചത്. ഇച്ചുവിനും ഇച്ചുവിന്റെ അമ്മയ്ക്കും ഇന്ന് ഷൂസ് ആണ് മെയിൻ ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങള് കോട്ടയത്ത് എത്തി. ഇച്ചുവിന്റെ അമ്മ ജോലി കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് വന്നിട്ട് അവള് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ട്രെൻഡ്സിന്റെ ഫുട്വെയർ ഷോപ്പിലേക്കാണ്. നിഷയ്ക്ക് ഡ്രസ്സിന്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്ന വൈറ്റ് ഷൂസ് ആയിരുന്നു ഞങ്ങൾ ഇവിടെ നോക്കിയത്. പക്ഷെ ഇവിടെ ലേഡീസിന്റെ ഷൂസ് കളക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. സാൻഡൽസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചുവിന് ഒരു വൈറ്റ് കളർ ക്ലോഗ് ആണ് ഞങ്ങൾ വാങ്ങിയത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവൾ അവിടെ ഒരു ബ്ലാക്ക് ഷൂ സ്കൂളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഷൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സ്കൂൾ അടയ്ക്കാൻ ഇനി ഒരാഴ്ചയും കൂടി കണ്ടുള്ളൂ. എക്സാം കഴിഞ്ഞ ഉടനെ സ്കൂൾ അടയ്ക്കും. എന്നാലും ഇപ്പം ഒരാഴ്ച ഇടാമെന്നും പറഞ്ഞുകൊണ്ട് അതിൽ പിടിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വാങ്ങിക്കണ്ട, അടുത്ത വർഷത്തേക്ക് നമുക്ക് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവളെ കൊണ്ടുപോകുന്നു. ട്രെൻഡ്സിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോയിൽ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ. എപ്പോൾ സ്റ്റുഡിയോയിൽ വന്നാലും ആദ്യം കിടക്കുന്ന കുറേ ഡ്രസ്സസിലേക്ക് ഒരു നോട്ടമുണ്ട്. കാരണം നല്ല ഭംഗിയുള്ള ഡ്രസ്സസ് ആയിരിക്കും. നമ്മുടെ സമ്മറിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സസ് ആണ്. ഞാൻ കോഴിക്കോട്ട് പോയപ്പോൾ 2 മോം ഫിറ്റ് ജീൻസസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ടീഷർട്ടും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ടീഷർട്ട് എല്ലാം കുറച്ച് ലോങ് ആയിട്ടുള്ള സാധാ നോർമൽ സൈസിലുള്ള ടീഷർട്ട് ആയിരുന്നു. അപ്പൊ അത് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മേളിലേക്ക് പോയി. അവിടെയായിരുന്നു ഷൂസ് ഒക്കെ ഉണ്ടായിരുന്നത്. ലേഡീസിന്റെ ഷൂസും എല്ലാം മേളിൽ തന്നെയാണ്. കിഡ്സിന്റെ സാധനങ്ങളും എല്ലാം മേളിലാണ്. ഇവിടെ വന്നപ്പോൾ കുറേ വൈറ്റ് ഷൂസസ് കിടപ്പുണ്ടായിരുന്നു. പലതരത്തിലുള്ള വൈറ്റ് ഷൂസ് ഉണ്ടായിരുന്നു. റബ്ബറിന്റെ ടൈപ്പ് ഉണ്ടായിരുന്നു, ലെതർ ടൈപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ക്യാൻവാസ് ടൈപ്പ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് ഷൂസിലെല്ലാം ഭയങ്കരമായിട്ട് ചെളി പിടിച്ചിരിക്കുമായിരുന്നു. ആൾക്കാര് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവരോട് ചോദിച്ചു ഫ്രഷ് പീസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇല്ല, ഈ സെയിം പീസേ ഉള്ളൂ, അത് ആളുകൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ട്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും മുഴുവനും ചെളി പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് ഒന്ന് തൂത്ത് നോക്കിയപ്പോഴേക്കും അതങ്ങനെ പെട്ടെന്ന് പോകുന്നതും അല്ലായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിഷയ്ക്ക് പക്ഷേ ഒരെണ്ണം ചെളി പിടിക്കാത്തത് നല്ലതായിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. 299 മുതൽ 799 വരെയുള്ള ഷൂസ് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒരുപാട് ഡിസൈൻസിലുള്ള സാൻഡൽസും ഉണ്ടായിരുന്നു. ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. പിന്നെ നമ്മൾക്ക് ഓരോരോ ഡ്രസ്സിനനുസരിച്ച് മാറി മാറി ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. സുഡിയോയിൽ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ അതിന്റെ അടുത്ത് തന്നെയുള്ള ഊർവശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ പോയി. അവിടെ ഒരുപാട് ഫാൻസി ഐറ്റംസ്, ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കമ്മലുകളും മാലകളും ക്ലിപ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഐലൈനറും ഐബ്രോ പെൻസിലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നത്. ഏത് ഫാൻസി സ്റ്റോറിൽ കയറിയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് കമ്മലുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ പോയി നിന്ന് കമ്മലുകളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു കമ്മൽ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ അങ്ങ് വിട്ടിട്ട് പോന്നു. ഇതുപോലത്തെ സ്റ്റോറിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ വരുന്ന സാധനങ്ങൾ കൂടാതെ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചു പോകും അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയാണോ? ഇവിടെ വരെ വന്നപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിച്ചു. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിഷ ജോലി കഴിഞ്ഞ് വന്നതല്ലേ, അപ്പൊ അവൾക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ആര്യാസ് ഗ്രാൻഡിൽ കയറി. വീട്ടിലാണെങ്കിൽ പുറകെ നടന്നാലും ഫുഡ് കഴിക്കാൻ മടിയുള്ള ഞങ്ങളുടെ ഇച്ചുവിന് ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എപ്പോ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും വെറൈറ്റീസ് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറിയാൽ പോലും ആകെ പഴയ കഴിക്കുന്ന ഒരു സാധനം മസാല ദോശയും നെയ്റോസ്റ്റും ആയിരിക്കും. എപ്പോഴും അങ്ങനെയാണ്. ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ഇതായിരിക്കും.
കേറിയിരിക്കുമ്പോ മുതലുള്ള മെനു കാർഡിലെ പരിശോധന കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും ചിലപ്പോ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടായിരിക്കും കഴിക്കാൻ പോകുന്നത്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് സെർച്ചിങ് നമ്മൾ ഇതിനകത്ത് തന്നെയായിരിക്കും വന്ന് നിൽക്കുക. ഫുഡൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനിടയ്ക്ക് ബാറ്റയിലും കൂടി ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് നിഷയ്ക്ക് ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സാൻഡൽ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളത് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് ശാസ്ത്രി റോഡിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുവാണ്. കുറച്ചു നേരം നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ബസ് വന്നു. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ മണർകാട് എത്തിയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. Our hearts beat to the city streets. We began to feel the fire.